പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ചുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കടല വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മുള പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുള പൊട്ടിയ കടല നമുക്കൊന്ന് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ആ വെള്ളത്തിനൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരുപാട് മുള പൊട്ടി ഒത്തിരി നീളത്തിന് മുള വന്നില്ലെങ്കിലും നല്ലപോലെ എല്ലാം മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ തോരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷുഗർ രോഗികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. നമ്മളെല്ലാവർക്കും ഹെൽത്തിന് നല്ലതാണ്. പയർ, കടല ഇതൊക്കെ മുളപ്പിച്ച് തോരൻ വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ സലാഡ് പോലെ പുഴുങ്ങിയിട്ട് സലാഡ് പോലെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത കടലയിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ശകലം തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടല തോരനായതുകൊണ്ട് ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം എടുത്തേക്കണം. നല്ല ജീരകമല്ല, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി 2-3 അല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കടല വേവിക്കുമ്പോൾ ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, സവാളയല്ല, ചെറിയ ഉള്ളി. അപ്പോൾ അതും ഇതുപോലെ അരിഞ്ഞ് കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടെ ആവിയേറ്റി എടുക്കാം. അപ്പോൾ ആ കുഞ്ഞുള്ളി എല്ലാം ഒന്ന്, ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത്. ഒരു സ്പൂൺ വെള്ളം പോലെ നമ്മുടെ ജാറൊന്ന് കഴുകി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് ആവി കയറി വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം ഒന്ന് ആവി കയറി വന്നപ്പോഴത്തേന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം കൂടെ ഉപ്പൊന്ന് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരല്പം കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി തോരനാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പ്രോട്ടീൻ റിച്ചുള്ള, ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഷുഗറൊക്കെ ഒരുപാടുള്ളവർക്ക് ഇതൊക്കെ ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഒരു കപ്പ് നിറച്ച് ഇതുപോലെ തോരൻ എടുത്ത് ഇച്ചിരി കട്ടനൊക്കെ മധുരം ഇടാതെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ താളിപ്പൊന്നും ചെയ്യുന്നില്ല. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ഒരുപാടൊന്ന് ചൂടാക്കാതെ നമ്മൾ പെട്ടെന്ന് ഇറക്കുക, ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു ഒന്ന് ഇളക്കി ഒന്ന് ഇറക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും നമുക്ക് ഒന്ന് അറിയാത്തവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നതെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ റിച്ചുള്ള, നല്ല ആരോഗ്യത്തിന് ഹെൽത്തിന് വളരെ ഉപകാരമുള്ള നല്ലൊരു തോരന് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട്. മുളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.